നമസ്കാരം. നമുക്കൊരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങൾ തന്നെ പിന്നീട് എങ്ങനെയാണ് ഒരു തരം വേദനയായി മാറുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കൂടുതൽ കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യം സാധിച്ചു. ആ ഒരു സന്തോഷം, അത് എത്ര നേരം മനസ്സിൽ നിന്നു? ചിലപ്പോ കുറച്ചു ദിവസങ്ങൾ, അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ മാത്രം, അല്ലേ? എന്തുകൊണ്ടാണ് ആ സംതൃപ്തി ഇത്ര പെട്ടെന്ന് മാഞ്ഞുപോകുന്നത്? ഈ വിശകലനം നമ്മളോട് പറയുന്നത് സംസാരമെന്ന ആശയത്തെ ഒരു പുതിയ രീതിയിൽ കാണാനാണ്. ഇത് വെറും ജനനമരണങ്ങളുടെ ചക്രമല്ല, മറിച്ച് നമ്മുടെ ഓരോ ദിവസത്തെയും വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു എഞ്ചിൻ പോലെയാണ്. അതായത് ദുരിതം അഥവാ ഗോ എന്ന അവസ്ഥയിൽ നിന്ന് ആനന്ദം അഥവാ നാക് എന്ന അവസ്ഥയിലേക്കും അവിടെ നിന്ന് വീണ്ടും ദുരിതത്തിലേക്കും നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. ശരി, അപ്പൊ ഈ ചക്രത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് ആദ്യം ദുരിതത്തിന്റെ, അതായത് ഗോയുടെ സ്വഭാവം എന്താണെന്ന് നോക്കാം. എന്താണ് ഈ ഗോ എന്ന അവസ്ഥയുടെ ഒരു പ്രത്യേകത? നമ്മൾ സാധാരണയായി കരുതുന്ന പോലെയല്ല, ദുരിതത്തിന് അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ, കഠിനമായ വിശപ്പ് മാറുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസമില്ലേ, അതൊരു വലിയ സന്തോഷമാണ്. അസുഖം വരുമ്പോൾ ആരോഗ്യം വീണ്ടെടുക്കുക എന്നതിനപ്പുറം നമ്മൾ വേറൊന്നും ചിന്തിക്കാറില്ല. അപ്പോൾ ഗോ അഥവാ ദുരിതം നമ്മുടെ ശ്രദ്ധയെ മുഴുവൻ ഒരൊറ്റ കാര്യത്തിലേക്ക് കേന്ദ്രീകരിപ്പിക്കാൻ കഴിവുള്ളൊരു ശക്തിയാണ്. ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ദുരിതത്തിന്റെ ഈ കഴിവിനെ ചൂഷണം ചെയ്യാനും സാധിക്കും. ഈ വിശകലനത്തിൽ പറയുന്നൊരു ഉദാഹരണമാണ് സൈനിക പരിശീലനം. പുതിയതായി വരുന്ന സൈനികർക്ക് സാധാരണ ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങൾ പോലും നിഷേധിക്കുമ്പോൾ അവരുടെ മനസ്സ് ഒരു ശൂന്യമായ അവസ്ഥയിലാകും. ഇത് പുതിയ ആശയങ്ങളും ചിന്തകളും അവരിലേക്ക് എളുപ്പത്തിൽ എത്തിക്കാൻ സഹായിക്കുന്നു. ഈ തത്വം വ്യക്തികളിൽ മാത്രമല്ല, ഒരു സമൂഹത്തിലും നമുക്ക് കാണാൻ സാധിക്കും. വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി അവസാനിച്ചപ്പോൾ ചിലർക്ക് അനുഭവപ്പെട്ട ആശ്വാസത്തെക്കുറിച്ച് ലേഖകൻ ഓർക്കുന്നുണ്ട്. ഇത് വ്യക്തമാക്കുന്നതെന്താണെന്നാൽ, ഒരു വലിയ ഗോ ഇല്ലാതാകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന നാക് അഥവാ ആനന്ദവും അത്രത്തോളം വലുതായിരിക്കുമെന്നതാണ്. ഇനി നമുക്ക് നാണയത്തിന്റെ മറ്റേ വശം നോക്കാം. ദുരിതത്തിൽ നിന്നുള്ള മോചനമാണ് ആനന്ദം അഥവാ നാക് എങ്കിൽ പിന്നെന്തുകൊണ്ടാണ് ആ സന്തോഷം അധികകാലം നീണ്ടുനിൽക്കാത്തത്? ഇതാണ് ഈ ചക്രത്തിലെ ഏറ്റവും വലിയൊരു വിരോധാഭാസം. ഈ വിശകലനം പറയുന്നതെന്താണെന്നാൽ, ആനന്ദത്തിൽ അഥവാ നാക്കിൽ തന്നെ അതിനെ നശിപ്പിക്കാനുള്ള വിത്തുകളും ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ്. നോക്കൂ, ഈ പ്രക്രിയയെ നമുക്ക് 5 ഘട്ടങ്ങളായിട്ട് തിരിക്കാം. ഒന്നാമതായി, നമുക്കൊരു സന്തോഷം കിട്ടുന്നു, ഒരു നാഗ്. ഒരുപക്ഷെ അതൊരു പുതിയ ജോലിയോ നല്ലൊരു ഭക്ഷണമോ ആകാം. രണ്ടാമതായി, ആ സംതൃപ്തി പതിയെ മാഞ്ഞുപോകുന്നു. മൂന്നാമതായി, മനസ്സിൽ പുതിയ ആഗ്രഹങ്ങൾ വരുന്നു. അടുത്തതെന്ത് എന്ന ചോദ്യം. നാലാമതായി, അതൊരു അടങ്ങാത്ത ആസക്തിയായി മാറുന്നു. ഒടുവിൽ 5ാമത്തെ ഘട്ടത്തിൽ ഈ ആസക്തി തന്നെ ഒരു പുതിയ ദുരിതമായി, അതായത് ഗോ ആയി മാറുന്നു. നമ്മൾ തുടങ്ങിയയിടത്ത് തന്നെ തിരിച്ചെത്തുന്നു. ഈ ഒരു ചക്രം നമ്മുടെയെല്ലാം ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഒരു ലക്ഷ്യം നേടുന്നതിലെ സന്തോഷം അടുത്തതിനെക്കുറിച്ചുള്ള ആഗ്രഹം വരുമ്പോൾ തന്നെ ഇല്ലാതാകും. അതോടെ ഓരോ ലക്ഷ്യത്തിലേക്കുമുള്ള യാത്ര തന്നെ ഒരു തരം ഭാരമായി മാറും. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഗോയും നാഗും വെവ്വേറെ നിൽക്കുന്ന 2 അവസ്ഥകളല്ല, മറിച്ച് ഒരേ ചക്രത്തിന്റെ 2 ഭാഗങ്ങളാണ് എന്നതാണ്. ഒന്ന് മറ്റൊന്നിന് ഇന്ധനം നൽകി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. ഈ താരതമ്യം, ആ വ്യത്യാസം വളരെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. ദുരിതം അഥവാ ഗോ എന്ന അവസ്ഥയിൽ നമ്മുടെ ലോകം ഒരൊറ്റ പ്രശ്നത്തിലേക്ക് ചുരുങ്ങുന്നു. അതിൽ നിന്നുള്ള ആശ്വാസം മാത്രം മതി. എന്നാൽ ആനന്ദം അഥവാ നാക്ക് കിട്ടിക്കഴിയുമ്പോഴോ, എണ്ണമറ്റ പുതിയ ആഗ്രഹങ്ങൾക്ക് വാതിൽ തുറന്ന് നമ്മുടെ മനസ്സ് ചിതറിപ്പോകും. ശ്രദ്ധയുടെ ഈ ചിതറിപ്പോക്ക് തന്നെയാണ് കിട്ടിയ ആനന്ദത്തെ കിട്ടാത്ത ആഗ്രഹങ്ങളുടെ ദുരിതമാക്കി മാറ്റുന്നത്. സർവം ദുഃഖം എന്ന ആ പ്രശസ്തമായ വാക്യത്തിന് ഈ വിശകലനം നൽകുന്നൊരു വ്യാഖ്യാനം വളരെ രസകരമാണ്. അതായത്, ജീവിതം മുഴുവൻ വേദനയാണെന്നല്ല അതിനർത്ഥം, മറിച്ച് സന്തോഷത്തിന്റെ ഈ നൈമിഷിക സ്വഭാവം ഉൾപ്പെടെയുള്ള ഈയൊരു ചാക്രിക പ്രവാഹത്തെയാണ് ഒരു തരം ദുരിതമായി കണക്കാക്കുന്നത് എന്നാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഈ ചക്രത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണോ? ഇതിൽ നിന്ന് പുറത്തു കടക്കാനൊരു വഴിയുണ്ടോ? ഉണ്ട്. കൂടുതൽ സുസ്ഥിരമായൊരു ജീവിതത്തിലേക്കുള്ള ഒരു വഴി ഈ വിശകലനം നമുക്ക് മുന്നിൽ വെക്കുന്നുണ്ട്. ഇതിൽ നിന്നുള്ള ആദ്യത്തെ വഴി ദുരിതത്തെയോ സുഖത്തെയോ ഇല്ലാതാക്കുക എന്നതല്ല, മറിച്ച് ഇതിനെക്കുറിച്ചൊരു ബോധമുണ്ടാക്കിയെടുക്കുക എന്നതാണ്. ഈ അവസ്ഥകൾ മനസ്സിൽ സംഭവിക്കുമ്പോൾ അതിൽ ഒലിച്ചു പോകാതെ ഒരു സാക്ഷിയെപ്പോലെ മാറി നിന്ന് അതിനെ കാണാൻ പഠിക്കുക.
ഇതിനെയാണ് വിമോചനം എന്നിവിടെ പറയുന്നത്. ഇതൊരു കടലിലെ തിരമാലകൾ പോലെയാണ്. ലക്ഷ്യം തിരമാലകളെ ഇല്ലാതാക്കുക എന്നതല്ല, മറിച്ച് അവ വരുമ്പോൾ വീഴാതെ നിൽക്കാൻ പഠിക്കുക എന്നതാണ്. ആനന്ദത്തിന്റെ ഉയർച്ചയിലോ ദുരിതത്തിന്റെ താഴ്ചയിലോ പെട്ടുപോകാതെ ആ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനെയാണ് നിർവാണം എന്ന് പറയുന്നത്. ലേഖനൻ ഇവിടെ വളരെ വ്യക്തിപരമായ ഒരു കണക്കാണ് നൽകുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ 70% ദുരിതവും വെറും 10% ആനന്ദവുമാണെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ നടുക്കുള്ള 20%മാണ് ശാന്തത. അപ്പൊ ജീവിത ലക്ഷ്യം ആ 10% ആനന്ദം കൂട്ടുന്നതിനേക്കാൾ 70% വരുന്ന ദുരിതത്തെ ഈ ശാന്തതയിലേക്ക് മാറ്റുക എന്നതാണ്. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: അടുത്ത സന്തോഷം തേടി ഓടുന്നതിനു പകരം ദുരിതത്തിനും ആനന്ദത്തിനും ഇടയിലുള്ള ആ ശാന്തവും സുസ്ഥിരവുമായൊരു മധ്യപ്രദേശത്തെ വളർത്തിയെടുക്കുന്നതിലാണ് യഥാർത്ഥ സന്തോഷമിരിക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരു ചോദ്യം മാത്രം ബാക്കി വെക്കുന്നു. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ശാന്തത എന്ന അവസ്ഥയെ വളർത്തിയെടുക്കാൻ നിങ്ങൾക്കെന്ത് ചെയ്യാൻ സാധിക്കും? ഒരുപക്ഷെ അതൊരു ചെറിയ നടത്തമാകാം, അല്ലെങ്കിൽ കുറച്ചുനേരത്തെ നിശബ്ദതയാകാം. നിങ്ങളുടെ ജീവിതത്തിലെ ആ ശാന്തമായ മധ്യം നിങ്ങൾ എങ്ങനെ വികസിപ്പിക്കും? ഈ വിഷയത്തെക്കുറിച്ചുള്ള വിശകലനത്തിൽ പങ്കുചേർന്നതിന് നന്ദി.